ഇത്തവണത്തെ ഓണം ക്ലാഷ് യൂത്തന്മാർക്കിടയിലാണ്. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, നിവിൻ പോളി. പൃഥ്വിരാജിനെ ഇപ്പോഴും യൂത്തനായിട്ട് വിളിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും എടുക്കേണ്ട, അപ്പോൾ ഒരു യൂത്തന്മാരുടെ ക്ലാഷാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതിലൊരു യൂത്തനായ പൃഥ്വിരാജ് സുകുമാരൻ്റെ ചിത്രമായ ഖലീഫയുമായി ബന്ധപ്പെട്ടൊരു ചെറിയ അപ്ഡേറ്റ് ആണ്. ആ അപ്ഡേറ്റ് ഒരു വലിയ അപ്ഡേറ്റ് ആണ്. കാരണം ലാലേട്ടൻ ഈ ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്യാമിയോ വേഷത്തിൽ എത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. ഖലീഫയുടെ പാർട്ട് 1 ആണ് ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2 ആണ്. ഒരുപക്ഷെ ലാലേട്ടൻ്റെ ഒരു എക്സ്റ്റൻഡഡ് റോൾ അല്ലെങ്കിൽ ലാലേട്ടൻ മെയിൻ റോളിൽ എത്താൻ പോകുന്നൊരു ചിത്രം ഖലീഫ പാർട്ട് 2 വരാൻ പോകുന്നത്. ഖലീഫ പാർട്ട് 1 ഒരു ടീസർ അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയിരുന്നു. ആ മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയിരുന്ന സമയത്ത് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, അല്ലെങ്കിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തിന് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം കൊടുക്കുന്ന ഒരു ഹൈപ്പുണ്ട്. ആ സമയത്ത് പോലും ഈ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി ആരായിരിക്കും പ്ലേ ചെയ്യുക, ഏത് നടനായിരിക്കും അതിൽ കാസ്റ്റ് ചെയ്യപ്പെടുക എന്നത് സംബന്ധിച്ച് അണിയറ പ്രവർത്തകർക്ക് പോലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ടീസർ കയറി കൊളുത്തി ആരാധകർക്കിടയിൽ ഇത് ആരാണ് ഈ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രം പ്ലേ ചെയ്യാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഇതാ സാക്ഷാൽ മോഹൻലാൽ ആ കഥാപാത്രത്തിലേക്ക് വരികയാണെന്നുള്ളത് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് അണിയറ പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയ നിന്നങ്ങ് കത്തി. കാരണം പൃഥ്വിരാജും മോഹൻലാലും കൂടി ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നു. ബ്രോഡാഡിയിൽ നമ്മൾ കണ്ടു, എംപുരാനിൽ നമ്മൾ കണ്ടു, അതെല്ലാം പൃഥ്വിരാജിൻ്റെ ഡയറക്ടോറിയലിൽ നമ്മൾ കാണുന്നതാണ്. ഇതല്ലാതെ ഒരു പക്ക മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ പടത്തിനകത്ത് ലാലേട്ടൻ ഒരു ഭീകരമായ ഹൈപ്പ് റോളിലേക്ക് തിരികെ വരുന്നു എന്നുള്ള അപ്ഡേറ്റ് അന്ന് വന്നപ്പോൾ തന്നെ ഭയങ്കരമായി കത്തി. ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ കംപ്ലീറ്റ് ഹിസ് ഡബ്ബിംഗ് ഫോർ ഖലീഫ. അതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ്. അതായത് ചിത്രം വരാൻ പോവാണ്, 3 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ ചിത്രം റിലീസിനെത്തും. അപ്പോൾ വലിയ ഹൈപ്പ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കാരണം ഇതൊരു ഡോൺ ഗ്യാങ്സ്റ്റർ പടത്തിനൊരു ജോണറിലൊക്കെ കിട്ടുന്നുണ്ട്. അതൊരു പക്ക മാസ് ഇടിപ്പടം എന്നുള്ള രീതിയിൽ. ആ പക്ക മാസ് ഇടിപ്പടത്തിൽ ലാലേട്ടനും കൂടെ വരുമ്പോൾ, അതും ഒരു ഗോഡ് ലെവൽ ഐറ്റത്തിലൊരു കഥാപാത്രമായിട്ട് വരുമ്പോൾ, മാത്രമല്ല ക്യാമിയോ ലാലേട്ടനെ പ്ലേസ് ചെയ്യുമ്പോൾ ലാലേട്ടനെ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയൊക്കെ ഭയങ്കരമായ ചർച്ചകളും ഹൈപ്പും മോഹൻലാൽ ആരാധകർക്കിടയിലുണ്ട്. ഇതൊരു യൂത്തന്മാരുടെ ഓണമാണ് നമ്മൾ പറഞ്ഞാൽ പോലും എങ്ങാനും ഖലീഫ തൂക്കി അടിക്കാൻ പോകുന്നത് ലാലേട്ടനും കൂടെ ആയിരിക്കും. ആ ഒരു സംഭവം കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ലാലേട്ടൻ്റെ ഇനിയൊരു ചിത്രം വരണമെങ്കിൽ അത് അതിമനോഹരമായിരിക്കും. അതിമനോഹരൻ ഡിസംബറിലാണ് റിലീസ്, അത് ക്രിസ്മസ് റിലീസായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഓണത്തിനും കൂടി ലാലേട്ടൻ ഒരു ചെറിയ സിഗ്നേച്ചറും കൂടി ഇട്ടിട്ട് പോകാനും കൂടി വേണ്ടിയിട്ടാണ് ഖലീഫ വരുന്നത്. പിന്നെ വൈശാഖിൻ്റെ ഡയറക്ഷൻ സ്വാഭാവികമായിട്ടും ഒരു സിനിമ എൻ്റർടൈനറിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ക്രിട്ടിക്കിനെയല്ല പറയുന്നത്, ഒരു സിനിമ എൻ്റർടൈനർ, ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ സിനിമ വിലയിരുത്തുന്ന പലർക്കും ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം വൈശാഖ് നോസ് ദ ഗെയിം എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഹി നോസ് ഹൗ ടു പ്ലേ ദ കാർഡ്സ്. അയാൾക്കറിയാം ഒരു കമേഴ്ഷ്യൽ എലമെൻറ്റിലുള്ള ഒരു സിനിമ എങ്ങനെ ട്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ വിളമ്പി കൊടുക്കണമെന്നറിയാം. ചിലതിൽ പാളിപ്പോയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഹി നോസ് ഹൗ ടു പ്ലേ ദ കാർഡ്സ്. അയാൾക്ക് അറിയാം എങ്ങനെ ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ ചെയ്തെടുക്കണം, എങ്ങനെ ഒരു വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കണമെന്ന് അറിയാവുന്ന വ്യക്തിയാണ് വൈശാഖ്. ജിനു എബ്രഹാമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. സോ ഹി ഓൾസോ നോസ് എങ്ങനെ അടിക്കണം എന്നുള്ളത്. ആ അടി കൃത്യമായി അടിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സ്വാഭാവികമായിട്ടും പൃഥ്വിരാജ് മോഹൻലാൽ ആരാധകർ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ അവർ പുറത്തു വിട്ടിരുന്നത് കേട്ടോ. അതായത് വൈശാഖും ജിനു എബ്രഹാമും മോഹൻലാലും കൂടെ നിൽക്കുന്ന ഒരു ചിത്രവും കൂടി അവർ പുറത്തു വിട്ടിരുന്നു. ഡബ്ബിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ഫോട്ടോയാണ് പുറത്തു വിട്ടത്. സോ ഓൾ ഹൈപ്സ് ഫോർ ഖലീഫ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.